BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. എറണാകുളം ജില്ലയിൽ ഒരാഴ്ചക്കിടെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 240 പേർക്ക്. ഒരു ദിവസം മാത്രം 86 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡെങ്കിപ്പനിക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 260 പേർക്ക് രോഗം സംശയിക്കുന്നുമുണ്ട്. ശനിയാഴ്ചയാണ് 86 പേർക്ക് ജില്ലയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. തിങ്കളാഴ്ച 32 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കളമശ്ശേരിയിലാണ് ഏറ്റവും അധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. തിങ്കളാഴ്ച 16 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. കളമശ്ശേരി 16, വെണ്ണല 3, ഇടത്തല, ചൂർണിക്കര, കലൂർ, തമ്മനം 2, ആലുവ, കാക്കനാട്, രായമംഗലം, വല്ലാർപാടം എന്നിവിടങ്ങളിൽ 1 വീതമാണ് രോഗം സ്ഥിരീകരിച്ചത്. 30 പേർക്ക് രോഗം സംശയിക്കുന്നതായും റിപ്പോർട്ട് ചെയ്തു. ഞായറാഴ്ച 5 പേർക്കും രോഗം സ്ഥിരീകരിക്കുകയും 29 പേർക്ക് സംശയിക്കുകയും ചെയ്തു. ശനിയാഴ്ച കളമശ്ശേരിയിൽ 21 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വെള്ളിയാഴ്ച സ്ഥിരീകരിച്ച 14 പേരിൽ 6 പേരും കളമശ്ശേരിയിലാണ്. വ്യാഴാഴ്ച സ്ഥിരീകരിച്ച 10 പേരിൽ എല്ലാവരും കളമശ്ശേരിയിലാണ്. ബുധനാഴ്ചയാകെ 48 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 55 പേർക്ക് പനി സംശയിക്കുന്നതായും റിപ്പോർട്ട് ചെയ്തു. ഇതിൽ കളമശ്ശേരിയിൽ 19 പേരുണ്ട്. ചൊവ്വാഴ്ച 45 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ആകെ 29 പേർക്ക് സംശയിക്കുന്നതായും റിപ്പോർട്ട് ചെയ്തു. എറണാകുളം, ആലുവ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ നിന്നും രാത്രി 8:30 ശേഷം പുക്കാട്ടുപടി, കിഴക്കമ്പലം, പള്ളിക്കര, പട്ടിമറ്റം, കരിമുകൾ പ്രദേശങ്ങളിലേക്ക് ബസ്സില്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. പുലർച്ചെ 6:35 ശേഷമാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് കരിമുകൾ വഴി ആലുവ ഭാഗത്തേക്ക് ബസ്സുകൾ ഉള്ളത്. എറണാകുളം, തൃപ്പൂണിത്തുറ, ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ പോയി വരുന്നതിനും അകലങ്ങളിൽ നിന്നുമുള്ള യാത്രക്കാർക്കാണ് ഏറെ ദുരിതം. വ്യവസായ മേഖലയായ കിഴക്കമ്പലം, പള്ളിക്കര, കരിമുകൾ, അമ്പലമുകൾ എന്നിവിടങ്ങളിലേക്ക് ആലുവ, തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനുകളിൽ രാത്രി ഇറങ്ങി വരുന്ന 100 കണക്കിന് തൊഴിലാളികൾക്ക് ബസ് ലഭിക്കാറില്ല. യാത്രക്കാർ കൂടുതൽ തുക നൽകി ടാക്സികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത്. മഴ ശക്തമായതോടെ ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങളും കിട്ടുക പ്രയാസമാണ്. വർഷങ്ങൾക്ക് മുൻപ് രാത്രി 10:50 ആലുവയിൽ നിന്നും അമ്പലമുകളിലേക്ക് KSRTC സർവീസ് നടത്തിയിരുന്നു. പിന്നീട് അത് നിർത്തലാക്കിയതും യാത്രക്കാരെ വലച്ചു. മൂവാറ്റുപുഴയിൽ നിന്നും കലൂരിലേക്ക് കൂടുതൽ KSRTC സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും രാത്രിയിൽ ഓടാനുള്ള പെർമിറ്റില്ല. രാത്രി 9:30 വരെ ആലുവയിൽ നിന്നും കിഴക്കമ്പലം വഴി സ്വകാര്യ ബസ്സുകൾ ഉണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് ട്രിപ്പ് കട്ട് ചെയ്യുകയാണ്. യാത്രക്കാരുടെ ദുരിതം മനസ്സിലാക്കി ജനപ്രതിനിധികൾ രാത്രികാല ബസ് സർവീസുകൾ പുനഃസ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ആലുവ, തൃപ്പൂണിത്തുറ റൂട്ടിൽ KSRTC അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചിൻ പാലത്തിന് സമീപം ബസ് സ്റ്റോപ്പിൽ തിങ്കളാഴ്ച രാവിലെ തമിഴ്നാട് സ്വദേശിയായ മധ്യവയസ്കയെ മരിച്ച നിലയിൽ കണ്ട സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. ചെറുതുരുത്തി ഭാഗത്ത് ഭിക്ഷാടനവും ആക്രിസാധന ശേഖരണവും നടത്തിയിരുന്ന സെൽവിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഇവരുടെ സുഹൃത്ത് സേലം വിഴുപ്പുറം കള്ളക്കുറിച്ചി പുക്കരയർ പാളയം വീട്ടിൽ തമിഴ് അരശനെ അറസ്റ്റ് ചെയ്തു. പൂട്ടിക്കിടന്നിരുന്ന വർക്ക്ഷോപ്പിന് മുന്നിലിരുന്ന് ഞായറാഴ്ച രാത്രി മദ്യപിച്ചതിനെ തുടർന്ന് ഇരുവരും വഴക്ക് കൂടി. തുടർന്ന് തളർന്നു കിടന്ന സെൽവിയുടെ സ്വകാര്യ ഭാഗത്തിലൂടെ മരക്കൊമ്പ് കയറ്റിയതിനെ തുടർന്നാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി. സെൽവിയുടെ രക്തം പുരണ്ട വസ്ത്രം മാറ്റി പുതിയ മാക്സി ധരിപ്പിച്ച പ്രതി സമീപത്തെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് കിടത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. തെളിവെടുപ്പിൽ ചോരപ്പാടുള്ള വസ്ത്രവും മരക്കൊമ്പ് കഷ്ണവും പ്രതി കാണിച്ചു കൊടുത്തു. ഇവർ രണ്ടുപേരും വർഷങ്ങളായി ചെറുതുരുത്തി ഭാഗത്ത് ഭിക്ഷയാചിച്ചും ആക്രിസാധനങ്ങൾ പെറുക്കിവിറ്റും ജീവിക്കുന്നവരാണ്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ, വടക്കാഞ്ചേരി CI റെജിൻ M. തോമസ്, SI-മാരായ നിഖിൽ, വിനു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയുമായി തെളിവെടുത്തത്. ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ U. രാമദാസ്, ഫോറൻസിക് വിഭാഗത്തിൽ ഡോക്ടർ ലക്ഷ്മി K. രാധാകൃഷ്ണൻ എന്നിവരും പരിശോധന നടത്തി. പിറന്നാളിനും വിവാഹ വാർഷികത്തിനുമെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവധി. പോലീസ് സേനയാകെ മാതൃകയാക്കാവുന്ന ഈ തീരുമാനം നടപ്പിലാക്കിയിരിക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ്. അമിത ജോലിഭാരം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മൂലം പോലീസുകാർക്കിടയിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കൊച്ചി സിറ്റി പോലീസിന്റെ നടപടി. വിവാഹ വാർഷികം, ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും ജന്മദിനം തുടങ്ങിയ ആഘോഷങ്ങൾക്കെല്ലാം അവധി അനുവദിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ട വിശേഷ ദിവസങ്ങളിൽ അവധി നിർബന്ധമായും അനുവദിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S. ശ്യാംസുന്ദർ
അധികൃതർ പറഞ്ഞു. സമ്മർദ്ദമുള്ള തൊഴിൽ മേഖലകളിലൊന്നാണ് പോലീസിന്റേത്. പ്രത്യേകിച്ച് സിറ്റിയിൽ പോലീസുകാർക്ക് ജോലിഭാരം കൂടുതലാണ്. അവധി നിഷേധിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ തൊഴിൽക്ഷമതയെ ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സിറ്റി പരിധിയിൽ 27 പോലീസ് സ്റ്റേഷനുകളിലും 2 ട്രാഫിക് യൂണിറ്റുകളിലുമായി 2500-ലേറെ പേർ ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. കടലിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നത് തടസ്സപ്പെടുത്തും വിധമുള്ള തോടുകളിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് നിർദ്ദേശിച്ചു. ചെല്ലാനം പഞ്ചായത്തിലെ 8-ാം വാർഡിലെ പാറത്തൽ തോട്, 9-ാം വാർഡിലെ സെന്റ് മേരീസ് സ്കൂളിന് വടക്ക് ഭാഗത്തേക്കുള്ള തോട്ടിലെ കയ്യേറ്റങ്ങൾ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ ഒഴിപ്പിക്കുക. കടൽ കയറുന്ന സാഹചര്യത്തിൽ വെള്ളം ഒഴുകിപ്പോകുന്നത് തോട്ടിലെ കയ്യേറ്റങ്ങൾ തടയുന്ന സ്ഥിതിയാണ്. തോട്ടിലെ ഒഴുക്ക് സുഗമമാക്കിയതിന് പരിഹാരം കണ്ടെത്തുകയാണ് തോടുകളിലെ കയ്യേറ്റം ഒഴിപ്പിക്കുക വഴി ലക്ഷ്യമിടുന്നത്. സ്ഥലം വളർന്ന് തിട്ടപ്പെടുത്തുന്നതിന് സർവേയറെ ഉടൻ നിയോഗിക്കാനും നിർദ്ദേശിച്ചു. മുൻവർഷങ്ങളിൽ കടലാക്രമണത്തിൽ തകർന്ന വീടുകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടത്താൻ കൊച്ചി താലൂക്ക് തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകി. കപ്പൽചാലിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് മെറ്റീരിയൽ ചെല്ലാനം തീരത്ത് നിക്ഷേപിക്കുന്നത് സംബന്ധിച്ച് സാധ്യത പരിശോധിക്കാൻ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ചീഫ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി. ഒരാഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കണം. തീരപ്രദേശത്തെ കരിങ്കല്ലുകൾ മാറ്റുന്നതിന് നടപടി സ്വീകരിക്കും. ഇതിനായി എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി. ചെല്ലാനം 1-ാം വാർഡിൽ തോട്ടിലെ ഒഴുക്ക് സുഗമമാക്കുന്നതിന് നടപടി സ്വീകരിക്കും. 3-ാം വാർഡിലെ റീടൈനിംഗ് വാൾ പുനർനിർമ്മിക്കുന്നതും സംബന്ധിച്ച് പരിശോധിക്കും. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് KL ജോസഫ്, വൈസ് പ്രസിഡന്റ് മേരി സിംല, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ VE അബ്ബാസ്, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. കെനിയൻ പൗരൻ ജെങ്കോ ഫിലിപ്പ് റോഗലാണ് 13 കോടിയിലധികം വിലമതിക്കുന്ന കൊക്കൈനുമായി പിടിയിലായത്. 1100 ഗ്രാം കൊക്കൈൻ മദ്യക്കുപ്പിയിൽ കലർത്തിയ നിലയിലായിരുന്നു. സമീപകാലത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ലഹരി വേട്ടയാണിത്. ഇയാളിൽ നിന്ന് 200 ഗ്രാം കൊക്കൈൻ ക്യാപ്സ്യൂളുകളും പിടികൂടി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ കടത്താൻ ശ്രമിക്കുന്നതിനിടെ സംശയം തോന്നി DRI നടത്തിയ പരിശോധനയിലാണ് കൊക്കൈൻ കണ്ടെത്തിയത്. ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറിയ 17-കാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. കൊച്ചി ഇടപ്പള്ളി സ്വദേശി ആന്റണി ജോസാണ് മരിച്ചത്. സംഭവ സമയത്ത് ആന്റണിക്ക് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴിയെടുത്തു. ട്രെയിനിന് മുകളിലൂടെ ട്രാക്ക് മാറിക്കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് സുഹൃത്തുക്കളുടെ മൊഴി. ഇന്നലെ ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം. കൂട്ടുകാരുടെ പിറന്നാളിന് കേക്ക് വാങ്ങാനായി ഇറങ്ങിയതായിരുന്നു ആന്റണിയും കൂട്ടുകാരും. ട്രെയിനിന്റെ അടിയിലൂടെ കൂട്ടുകാർ ആദ്യം ട്രാക്കിന് മറുവശത്തേക്ക് കടന്നു. മറുവശത്തേക്ക് ഇറങ്ങാനായി ട്രെയിനിന്റെ കോടിയിലൂടെ കയറി ആന്റണി വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു. 85% പൊള്ളലേറ്റിരുന്നു. സുഹൃത്തുക്കളുടെ നിലവിളി കേട്ട് സമീപത്തുള്ളവർ ഓടിയെത്തി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ആന്റണി ICUവിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ രാത്രിയോടെ മരണത്തിന് കീഴടങ്ങി. സംഭവത്തിൽ CRPF അന്വേഷണം ആരംഭിച്ചു. തൃക്കാക്കരയിലെ സ്വകാര്യ കോളേജിൽ 1-ാം വർഷ BCA വിദ്യാർത്ഥിയാണ് ആന്റണി ജോസ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.